ആദ്യം പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. ഞങ്ങൾ ഒരു കൂട്ടം നാടക കലാകാരന്മാരാണ്. ഇത്തരത്തിൽ നമ്മള് ആദ്യമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇതെന്നും കണ്ടുകൊണ്ടിരിക്കണ്ടോ നമുക്ക് ഇത്തരത്തില് മുടി മുറിക്കുന്നതും അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള അവകാശ ലംഘനങ്ങളൊക്കെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതിൽ നമ്മൾ അതൊക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഫൈനൽ ഇയർ തിയേറ്റർ സ്റ്റുഡന്റ് ആണ്. ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും നാടകക്കാരാണ്. നമ്മുടെ കൂടെ ഇപ്പൊ വന്നിട്ടുള്ളത് മജീദ് വന്നിട്ടുണ്ട്. നമ്മുടെ ആക്ടറാണ് മജീദ്. ഞങ്ങള് പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ് ഈ മേഖലകളിലൊക്കെ ഞങ്ങളുടെ ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചത്. ആദിത്യ മാത്രമാണ് നമ്മുടെ ഒരു വള്ളുവനാട്ടിൽ നിന്നല്ലാത്ത കാസർഗോഡ് നിന്ന് വന്ന പെൺകുട്ടിയാണ്. നമ്മൾ സീനിയർ ആയിരുന്നു. ആദ്യത്തെ ഫാമിലി വന്നിട്ടുണ്ട് ഇവിടെ. അവർ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. നിങ്ങൾ വന്നതിൽ ഒരുപാട് നന്ദി. കൈപ്പറ്റ രീതിയിലായിരിക്കില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ സിനിമകളും ഇത്തരത്തിലുള്ള സിനിമകളാവില്ല. എല്ലാ സിനിമകളും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. നല്ലൊരു മൂവിയായിരുന്നു. ഓരോ തീംസും ഹാൻഡിൽ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇതൊരു ഫിലിം മേക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, ലൈക്ക് ആക്ടേഴ്സ് തന്നെയാണ് ഷൂട്ട് ചെയ്തത്, അല്ലെ വേറെ സിനിമാറ്റോഗ്രാഫർ ഹയർ ചെയ്തതിനോ എന്ന് തോന്നുന്നില്ല. അല്ലെ ആക്ടേഴ്സ് തന്നെ ഷൂട്ട് ചെയ്തത്. സോ ഇതിൻ്റെ സ്ക്രിപ്റ്റെല്ലാം എങ്ങനെയാണ്, ലൈക്ക് മെയിൻ കാസ്റ്റിംഗ് എഫേർട്ട്ലെസ് ആണ്. ആക്ടേഴ്സ് എല്ലാം അത്രയ്ക്ക് അത്രക്കും ഒരു പ്രൊഫഷണലായിട്ട് തോന്നുന്നത്, അത്രക്കും എഫേർട്ട്ലെസ് ആയിട്ട്. സോ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, നല്ല ആക്ടേഴ്സ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മുടെ പ്രധാന പരിപാടികൾ ഒരു ക്യാമ്പിൽ പോയി ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു നാടകമൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യല്ല, ആക്ടേഴ്സിനെ വിശ്വസിക്കുന്ന മേക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ നീലമുടിയുടെ തിരക്കഥ ഓൾറെഡി നമ്മൾ തിരക്കഥ എഴുതി. നമ്മൾ കൃത്യമായിട്ട് തിരക്കഥ എഴുതി നമ്മൾ അതിന്റെ റിഹേഴ്സൽ തുടങ്ങി. ഇപ്പൊ റിഹേഴ്സൽ തുടങ്ങുമ്പോഴാണ് ബ്ലോഗിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മീഡിയത്തിന്റെ പ്രത്യേകത. അതിലൊരുപാട് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കും. കാരണം അത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മളൊരു നാടകമൊക്കെ സംഭവിക്കുന്ന പോലെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു കട്ടിനോ രണ്ടാമതോ റീഷൂട്ട് ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പൊ നമുക്ക് മാക്സിമം ആ റിയാലിറ്റി അങ്ങനെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആലോചന. അപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മനഃപൂർവ്വം തെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന് വേറെ റീസൺ ഒന്നുമില്ല. ചിലപ്പോ അത് നാക്കുളുക്കിയതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നാക്കുളുക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. നാക്കുളുക്കിയ പോലെ അവർ അഭിനയിച്ചതായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ഇവരുടെ പെർഫോമൻസിന് നമ്മളിതൊക്കെ അഡാപ്റ്റ് ചെയ്തെടുത്തത്. പിന്നെ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ അവരുടെ ഏകദേശം സെയിം ഏജ് തന്നെയാണ് നമ്മൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവരുടെ പേരുകളും ഇവർ വരുന്ന സ്ഥലങ്ങളും ഇവരുടെ ചുറ്റുപാടുകളൊക്കെ മാറുമെങ്കിലും അവര് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെയിം ഏജ് തന്നെ. അപ്പൊ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് ആ രീതിയിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നുന്നത്. പിന്നെ നമ്മൾ നാടകക്കാരായതുകൊണ്ട് തന്നെ നാടകം ചെയ്യുന്നത് നമുക്കറിയാം പ്രാക്ടീസാണ്, റിഹേഴ്സലാണ്. നാടകം ഒരു സ്റ്റേജിൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുന്നേ 2 മാസം 3 മാസം റിഹേഴ്സൽസ് ആണ്. ഇപ്പൊ റിഹേഴ്സലാണ് ഒരു ക്രിയേറ്റീവ് പരിപാടിനെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിനെ കൂടുതലായിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് 13 ദിവസം റിഹേഴ്സലിന് ശേഷം 8 ദിവസങ്ങളാണ് സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ സിനിമയ്ക്ക് ക്യാമറമാൻ ഉണ്ടായിരുന്നു, ഗൗതം മോഹൻദാസ് എന്നായിരുന്നു നമ്മുടെ ക്യാമറമാൻ്റെ പേര്. അദ്ദേഹത്തിനെ കാണാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ കഴിവാണ്. നമ്മൾ മാക്സിമം ആക്ടേഴ്സ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമ്മളത് യൂസ് ചെയ്യായിരുന്നു. ആക്ച്വലി അതില് ബൈക്കിൽ പോകുന്നൊരു സീനുണ്ട്. ആക്ച്വലി ബൈക്കിൽ പോകുന്ന സീനിൽ നമ്മൾ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് കാണിക്കുന്നില്ല. ഈ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിന് മുന്നിൽ സ്റ്റാൻഡുകളുണ്ട്. എന്നാൽ ഈ സ്റ്റാൻഡിലാണ് ഇവരൊരു ഘട്ടത്തിൽ ഇത് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഫിക്സ് ചെയ്തു എന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർ അവിടെ തന്നെ അത് എടുത്ത് അവരുടെ കൈകൾ ഉപയോഗിക്കുന്ന പോലെ അടുത്ത സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിപ്പിക്കാൻ വീണ്ടും ഡയലോഗാണ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഡയലോഗല്ല. അപ്പൊ അത് നമുക്ക് എത്ര ഇതിനെ മാക്സിമം ലൈവ് ആക്കാം, വിശ്വസനീയത കൊണ്ടുവരാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രമിച്ചത്. കാരണം നമ്മൾ പറയാൻ പോകുന്ന ഒരു കണ്ടന്റ് അത്തരത്തിലൊരു കണ്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഞാനൊരു ബാർബറിന്റെ മകനാണ്. അപ്പൊ എന്റെ ഒരു ചെറിയ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ മുടി വളർത്താൻ ഇങ്ങനെ വെട്ടാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
പക്ഷെ അച്ഛന്റെ കൈത്തെ കത്രികയായിട്ട് അച്ഛൻ വരുമ്പോ തന്നെ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് കണ്ണാടി നോക്കി കരയുന്ന തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നീലമുടി എന്നുള്ള കണ്ടന്റ് നമുക്ക് അത്രയും സോൾഫുൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കണ്ടന്റ് കൂടിയാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും. കാരണം മുടി എന്ന് പറഞ്ഞത് അത്രയും ചെറിയൊരു കാര്യം മൊത്തം. ഈ ചെറിയൊരു കാര്യത്തിന് പോലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സ്പേസിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ മുടി കയറി വെട്ടിയവരാണ് പണ്ട് മസ്ജിദ് കയറി പൊളിച്ചത്. അതാണ് നമ്മുടെ സിനിമ. വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇപ്പോൾ ഒഴിവ് ദിവസത്തെ കളി സൽകുമാർ സാറിന്റെ ആ പടം ഒന്ന് ഓർമ്മ വന്നു. അപ്പോൾ ആ സമയം എനിക്ക് ഒരു ആശങ്കയാണ്. അതായത് രണ്ട് ഘട്ടത്തിലൂടെ ചിരി വന്നു. ഒന്ന് ഇപ്പോഴാണ് മനുഷ്യക്കോല ആയെന്ന് പറഞ്ഞപ്പോൾ അതിനും ചിരിയാണ്. അവസാനം തലയിൽ കളർ തേച്ച് വന്നപ്പോൾ ചിരിയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ആള് കൂട്ടത്തിൽ പോലും അതിനെ ചിരിയോടെ സമീപിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള ഒരു ആശങ്കയായിട്ട് പറയാം. കാരണം എന്റെ അപ്പുറത്തിരിക്കുന്ന സുഹൃത്തുക്കൾ പോലും ആ സീൻ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ചിരിയിലാണ് ആളുകളെ അതിന്റെ ആശങ്ക കൊണ്ടുവരിക. ഇത്തരത്തെ ആശങ്കയിൽ നിന്നാണ് നമുക്ക് ഇതൊരു സിനിമയാക്കണം എന്നുള്ള ഊർജ്ജം നമുക്ക് ലഭിച്ചത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ഡെയിലി നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കാണുന്നുണ്ട്, നമ്മളിത് ലൈക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ കമന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കമന്റ് വായിച്ചു നോക്കുന്നുണ്ട്. ഇത് എത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ നിർത്താന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ഒരു എൻജോയ്മെന്റ് ആണ്. നമുക്ക് അതിന്ന് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ വെച്ചാൽ നമുക്ക് അറിയില്ല. നമുക്ക് ക്രിയേറ്റീവായിട്ട് അതിനെ സമീപിക്കാം, അതിനെ ചെറുത്ത് നിൽക്കാന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി എന്നാൽ ഇത് ഇന്നും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കണ്ണടക്കാതിരിക്കുക. അത് നമ്മുടെ ഒരു സിനിമ മേക്കിംഗിന്റെ സ്റ്റൈൽ വൈസ് നമ്മൾ കുറച്ച് ബാക്ക് സ്റ്റോറി പോവാന്നുള്ള ഒരു മെത്തേഡിൽ പ്ലേസ് ചെയ്യുകയാണ്. ആക്ച്വലി കഥ തുടങ്ങുന്നത് മുടി മുറിക്കുന്ന ദിവസത്തെയാണ്. നമ്മൾ കാണിക്കുന്നതൊക്കെ അതിന് മുന്നത്തെ ബ്ലോഗുകളാണ്. നീലമുടി പാടില്ല. കേരളം കത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ തയ്യാറായതാണ് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച്. അത്തരം ചെറുപ്പക്കാർക്കെതിരെയും അത്തരത്തിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും തന്നെയാണ് നമ്മുടെ സിനിമ സംസാരിക്കുന്നത്. സിനിമക്കാരത്ത് ഈ കണ്ണൻ എന്ന ക്യാരക്ടർ ഒരുപാട് അപ്രസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നടക്കുന്ന കൂട്ടുകാർ പോലും അപ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കണ്ണൻ ഒരു പരിധി വരെ ഓപ്പറേഷൻ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നത്. സൊസൈറ്റിക്ക് അതിൽ നിൽക്കുന്ന പലരും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതില്ലേ. അപ്പൊ ഇത് അവരെ ഈ പറഞ്ഞ പോലെ അടിമാന്ന് വിളിക്കുമ്പോൾ പോലെ അവനൊന്നും പ്രതികരിക്കുന്നില്ല. അവന്റെ പൈസക്ക് ഇത്രയും കണ്ട് അടിച്ചൊടിക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്നില്ല. അവനെ ഈ പറഞ്ഞ പോലെ മുടി ഇതാക്കുന്ന സമയത്തും അവരെല്ലാവരും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യലേ വേണ്ടത്. ഇത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്യലേ വേണ്ടത്. എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, വിവരമില്ലായ്മയുടെ അവകാശങ്ങളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ. അതെ, അത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യരുടെ ബന്ധത്തിലേക്കൊക്കെ ആഴ്ന്നു ഇറങ്ങും. പക്ഷെ നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ചുറ്റുമുള്ളവർ ചിന്തിക്കുന്നോ എന്നുള്ള ഒരു പ്രശ്നം അപ്പൊ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരെ നമ്മളെ കളിയാക്കുമ്പോ അത് ബോഡി ഷെയ്മിങ് അല്ല, നമ്മൾ സൗഹൃദമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവനത് ബോഡി ഷെയ്മിങ് തന്നെയാണ്